So here we first discuss sp hybridization. What is sp hybridization? It is the intermixing of an s orbital with the p orbital. Okay, so whenever an s orbital is mixed with a p orbital, okay, then what happens is, see, remember one of the concept of hybridization is this one: the number of atomic orbital intermixed and the newly formed hybrid orbital are equal in number. എത്ര അറ്റോമിക് ഓർബിറ്റിൽ മിക്സ് ചെയ്യുന്നോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റിൽ കിട്ടും. ഇവിടെ രണ്ട് അറ്റോമിക് ഓർബിറ്റിൽ കമ്പൈൻ ചെയ്തു, നമുക്ക് രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റിൽ കിട്ടി. അപ്പോൾ ആ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റിൽ, എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റിലും നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു, അതിൻ്റെ ഷേപ്പ് കോമൺ ആണ്. ഒരു ലാർജ് ലോബും ഒരു സ്മോൾ ലോബുമാണ് എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റിലും. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ സ്മോൾ ലോബ് ഇതിൻ്റെ ഉള്ളിലേക്കാണ്, എന്നാൽ ഇതിൻ്റെ സ്മോൾ ലോബ് ഇതിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ അവർ അറേഞ്ച് ചെയ്തത് what is so called in a linear manner with the bond angle 180 degree. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരു എസ്സും ഒരു പി ആയതുകൊണ്ട് വേണമെങ്കിൽ പറയാം 50% എസ് ക്യാരക്ടറും 50% പി ക്യാരക്ടറുമാണ് അവരിലുള്ളത്. ഓക്കെ, so sp hybridization leads to a linear geometry. Now sp2 hybridization, okay, one s orbital and two p orbital, okay, and the arrangement is trigonal planar. അപ്പോൾ out of the three hybrid orbital they are arranged in a trigonal planar manner, and you know what is the bond angle? It will be 120 degree. മൊത്തം 3 ഹൈബ്രിഡ് ഓർബിറ്റലുണ്ട്. അപ്പോൾ അതിൽ ഒരു ഓർബിറ്റിലാണ് നമുക്ക് വരുന്ന എസ് ഓർബിറ്റിൽ. അപ്പോൾ എസ് ഓർബിറ്റിലെ കോൺട്രിബ്യൂഷൻ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ 33.3. 100 divided by 3 you will get 33.33. Now sp3 hybridization, one s orbital and 3 p orbitals are intermixed, and what they will do is all those 4 hybrid orbital will arrange in a tetrahedral manner, and the bond angle will be 109 degree 28 minutes. Okay, 4 പേരിൽ ഒരു എസ് ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ 25% എസ് ക്യാരക്ടർ ആൻഡ് 75% പി ക്യാരക്ടർ. Now sp3 dehybridization, one s orbital and one 3p orbital and one d orbitals are intermixed, and the resultant geometry will be trigonal bipyramid. Trigonal bipyramid, അതായത് 5 ഹൈബ്രിഡ് ഓർബിറ്റിൽ 3 പേര് ഒരു പ്ലെയിനിലും, വൺ ഈസ് എബോവ് ദ പ്ലെയിൻ, ദ അതർ വൺ ഈസ് ബിലോ ദ പ്ലെയിൻ, ആ രീതിയിൽ അറേഞ്ച് ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ് VSEPR തിയറിയിലും. 5 പേര് വരുമ്പോൾ അറേഞ്ച്മെൻറ്റ് ട്രയാഗണൽ പ്ലാനറാണ്. 2 ടൈപ്പ് ബോണ്ട്, ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ. Now the next possibility is sp3d2, and after sp3d2 hybridization you will get 6 hybrid orbital. അതിൽ 4 പേര് ഒരു പ്ലെയിനിൽ അറേഞ്ച് ചെയ്യും. ഒരു പ്ലെയിനിൽ one is above the plane, the other one is below the plane, and the arrangement is called octahedral. Okay, the net arrangement is called octahedral geometry, and the bond angle is 90 degree. Then you have sp3d3 hybridization, and sp3d3 hybridization will give you pentagonal bipyramidal geometry. Pentagonal bipyramid, അതായത് 5 പേര് ഒരു പ്ലെയിനിൽ വന്നു. 1 2 2 3 4 5, ഈ 5 പേര് ഒരു പ്ലെയിനിലും. ഓക്കെ, 5 പേര് ഒരു പ്ലെയിനിൽ വന്നു. ഇതിലൂടെ ഡോട്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, and one is above the plane, the other one is below the plane. That's why it is called sp3d3 hybridization. Okay, now a typical example for this one is the formation of methane. അപ്പോൾ മീഥെയിനിൽ നമ്മൾ കാർബൺ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1s2 2s2 2p2 ആണ്. ഓക്കെ, ഇത് 1s ഇലക്ട്രോണാണ് 2 എണ്ണം, ഇത് 2s-ലെയാണ്, ഇത് 2p-ലെയാണ്. 1s2 2s2 2p2. ഓക്കെ, ഇനി ഇവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2s എന്നൊരു ഇലക്ട്രോൺ 2p-ലേക്ക് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, 2s എന്നൊരു ഇലക്ട്രോൺ 2p-ലേക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ നോക്കുക,
ഈ ഒരു 4 ഓർബിറ്റൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4 ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ 2sലും 2pയിലുമായിട്ട് 4 ഇലക്ട്രോൺ വന്നു. ഓക്കെ, ഇനി ആ 4 പേരാണ് എന്ത് ചെയ്യുന്നത്, ഹൈബ്രിഡൈസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 4 പേര് ഹൈബ്രിഡൈസ് ചെയ്യുമ്പോൾ അതിൽ ഒരു എസ്സും 3 പിയും ഉണ്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും, 4 എണ്ണം. ഓക്കെ, 4 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ how they will be arranged. Okay, you can say these two are on the plane, this is projecting towards the viewer and one is away from the viewer. And what is the net arrangement? The net arrangement is called tetrahedral. tetrahedral എന്നാണ് അറേഞ്ച്മെൻറ്റ് വിളിക്കുക. ഓക്കെ, ഇനി നമ്മളിവിടെ മീഥേൻ എന്നുള്ള മോളിക്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മീഥേൻ എന്നുള്ള മോളിക്യൂൾ ഫോം ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബണിൽ ആദ്യം തന്നെ ഹൈബ്രിഡൈസേഷൻ നടന്നു. എന്ത് ഹൈബ്രിഡൈസേഷനാണ്? sp3 ഹൈബ്രിഡൈസേഷൻ. കാർബണിലെ sp3 ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഓക്കെ, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. എങ്ങനെ 4 എണ്ണം കിട്ടിയത്? കാരണം 4 അറ്റോമിക് ഓർബിറ്റൽസാണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്, ഒരു എസ്സും 3 പിയും. അപ്പോൾ എത്ര അറ്റോമിക് ഓർബിറ്റിൽ ഇൻ്റർമിക്സ് ചെയ്തോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടും. അപ്പോൾ 4 എണ്ണം കിട്ടി. ഈ 4 പേരാണ് എന്ത് രീതിയിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്? ഈ കാണുന്ന ടെട്രാഹെഡ്രൽ മാനറിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്കാണ് ആര് വന്ന് ഓവർലാപ്പ് ചെയ്യുന്നത്? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റിൽ വന്ന് ഓവർലാപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാം 1s ഓർബിറ്റൽ ഈസ് സ്പെറിക്കൽ ഇൻ ജോമെട്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 1s വന്ന് ഓവർലാപ്പ് ചെയ്തു, ഇവിടെ ഒരു 1s, ഇവിടെയും 1s. അപ്പോൾ ഈ ഓവർലാപ്പിങ്ങിനെ വിളിക്കാവുന്ന പേര് അവരോട് എഴുതിയിട്ടുണ്ട്, sp3s ഓവർലാപ്പ്. ഓക്കെ, sp3s ഓവർലാപ്പാണ്. ആൻഡ് ദ നെറ്റ് ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ ഈസ് ഡെഫിനറ്റ്ലി tetrahedral. So this is the bonding or formation of methane. Okay, and this is summary. sp3 hybridization occurs when a carbon has 4 attached group and there are 25% s character and 75% p character. Now the 4 sp3 hybrid orbitals will orient towards the corners of a tetrahedron and the bond angle is 109.28. And each sp3 hybrid orbital is involved in sigma bond formation. Okay, ഞാൻ വലിയ വീഡിയോ ആവണ്ടെന്ന് വെച്ചിട്ടാണ് അടിക്കാൻ നോക്കുന്നത്. Okay, we'll discuss this in the next session.